നമസ്തേ. ചിത്രങ്ങൾക്ക് അല്പം കൂടി തെളിച്ചമുണ്ടിപ്പോൾ. ഗൾഫ് മാധ്യമത്തിന്റെ പേരിൽ ജമാഅത്തെ ഇസ്ലാമി ഷാർജയിൽ നടത്തുന്ന കമോൺ കേരള ഇവന്റിൽ കേരളത്തിന്റെ പ്രിയങ്കരനായ ലാലേട്ടനാണ് മുഖ്യാതിഥിയായി എത്തുന്നത്. ഈ യാത്രയും പരിപാടിയും വളരെ ശ്രദ്ധേയം ആകേണ്ടതാണ്. ഒരുപക്ഷെ PFIക്ക് മുന്നേ നടപടി ഉണ്ടാകേണ്ടിയിരുന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. കരിപ്പൂർ വിമാനത്താവളത്തിൽ നടത്തിയ കേരള ഹമാസ് പ്രകടനം തൊട്ട് രാജ്യത്തിൽ കുറെ കാലമായി മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രവിരുദ്ധ വിഘടനവാദ മുദ്രാവാക്യങ്ങളുടെ എല്ലാം ഉറവിടവും സംഘാടനവും ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ്. നിരോധന നടപടി കൊണ്ടുവരാൻ കഴിയാത്തത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് വലിയൊരു വീഴ്ചയുമാണ്. എന്നാൽ അവരുടെ പ്രവർത്തനം എന്തെന്ന് സമൂഹം തിരിച്ചറിയുന്നുണ്ട്. പ്രകടമായ രാഷ്ട്രവിരുദ്ധ ചേരിയിൽ ഒട്ടിപ്പിടിച്ച് യാത്ര ചെയ്യാൻ ശ്രീ മോഹൻലാൽ നിശ്ചയം ചെയ്തിരിക്കെ ആ ലഫ്റ്റനന്റ് കേണൽ പദവി ഉപേക്ഷിക്കുവാൻ അദ്ദേഹം തയ്യാറാകണം. സ്വയം അതിന് അദ്ദേഹം തയ്യാറാവുന്നില്ലെങ്കിൽ സേനയ്ക്കെങ്കിലും അതിന്റെ പദവികളിൽ ആത്മാഭിമാനം തോന്നേണ്ടതാണ്. ഒരിക്കലും മോഹൻലാലിന്റെ രാജ്യവിരുദ്ധ സ്വാർത്ഥതയ്ക്ക് കൂട്ടുനിൽക്കാൻ നാം തയ്യാറാകരുത്. വിശ്വശാന്തി ഫൗണ്ടേഷൻ എന്ന സ്ഥാപനത്തെ മറയാക്കി അദ്ദേഹം തന്റെ ഇടപാടുകൾക്ക് ഒരു സുരക്ഷാ വലയം തീർത്തത് നമ്മൾ കണ്ടതാണ്. നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന സംഘപരിവാറിന്റെ ഏറ്റവും ശക്തനായ നേതാവിന്റെ കീഴിൽ സുശക്തമായ ദേശീയ സർക്കാർ രൂപീകൃതമായതിനു ശേഷമാണ് വിശ്വശാന്തി ഫൗണ്ടേഷൻ രൂപീകരിച്ചത്. മോഹൻലാൽ എന്ന നടന്റെ ഏറ്റവും വലിയ ആരാധക വൃന്ദം ഹൈന്ദവരും പ്രത്യേകിച്ച് സംഘ അനുകൂലികളുമാണ്. ആ സ്നേഹവും വാത്സല്യവും തന്റെ ബിസിനസ് അഭിനയ താല്പര്യങ്ങൾ മാത്രം മുൻനിർത്തി അയാൾ മുതലെടുക്കുകയാണ്. അഭിനയം അതിൽ പെടുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും പെടും. അതിനുദാഹരണമാണ് എമ്പുരാൻ. താനും ഒപ്പം എന്ന തോന്നൽ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്കും അതിന്റെ അണികൾക്കും തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നിർഭയം തന്റെ അജണ്ടകൾ നടപ്പാക്കാമെന്ന് മനസ്സിലാക്കിയ കൂർമ്മ ബുദ്ധിക്കുടമയാണ് പുള്ളി. അയാളുടെ അഭിനയ ചാരുതി കൊണ്ട് അയാൾ നിഷ്കളങ്കരായ ഒരു സമൂഹത്തിനുണ്ടായ സ്നേഹം, ബഹുമാനം തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി മാത്രം ഉപയോഗിക്കുകയാണ്. മുകേഷ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ സഹപ്രവർത്തകൻ എന്ന് പറഞ്ഞ് പ്രചാരണത്തിനിറങ്ങിയ വ്യക്തി സുരേഷ് ഗോപി മത്സരിച്ചപ്പോൾ ആ ഔദാര്യം ഉണ്ടായില്ല. ഇതൊന്നും ആരും ശ്രദ്ധിക്കാതായപ്പോൾ അയാൾ സന്തോഷിച്ചു. കശ്മീരിൽ മുസ്ലിം തീവ്രവാദികൾ അഴിച്ചുവിട്ട വർഗീയ കലാപവും ഹിന്ദുക്കളുടെ പലായനവും വരച്ചുകാട്ടിയ കശ്മീർ ഫയൽസ് എന്ന സിനിമ പ്രദർശിപ്പിക്കാൻ കേരളത്തിൽ അപ്രഖ്യാപിത വിലക്കുണ്ടായപ്പോൾ എറണാകുളം ഷേണായിസ് ഉൾപ്പെടെയുള്ള തിയേറ്ററുകൾ തയ്യാറായപ്പോഴും അദ്ദേഹത്തിന്റെ ആശീർവാദ് സിനിമാസ് തയ്യാറായില്ല. ഭാരത ചരിത്രത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലായിരുന്നു അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ. പ്രധാനമന്ത്രി നേരിട്ട് ക്ഷണിച്ച ചുരുക്കം ചില പ്രമുഖ വ്യക്തികളിൽ ഒരാളായിരുന്നു മോഹൻലാൽ. അമിതാഭ് ബച്ചനും അനുരാധ പട്ടേലും ഉൾപ്പെടെയുള്ളവർ ആ ക്ഷണം സ്വീകരിച്ചപ്പോൾ ഇയാൾ അത് ധിഖരിച്ചുകൊണ്ട് നരേന്ദ്രമോദിയെ അപമാനിച്ചു. ഇനി ഗോദ്ര സംഭവം എടുത്താൽ ഹൈന്ദവർക്ക് കൊള്ളാൻ മാത്രമല്ല കൊണ്ടാൽ കൊടുക്കാനും അറിയാം എന്ന് തെളിയിച്ച ഹിന്ദു സമൂഹം ഏറ്റവും വികാരപരമായി കാണുന്ന ആ നരഹത്യയെ വെള്ളപൂശി ഒരു ബ്രഹ്മാണ്ഡ ചിത്രമിറക്കി ഭാരത ജനതയെ മൊത്തം കേന്ദ്ര സർക്കാരിനെതിരെ തിരിക്കാൻ നോക്കിയപ്പോഴും ലാൽ ആ അജണ്ടയുടെ ഭാഗമാണ്. ആരാധനയും സ്നേഹവും ബലഹീനതയും ഇയാൾ മുതലെടുക്കുകയാണ്. എന്തു ചെയ്താലും ലാസ്റ്റ് വന്ന് ഖേദം പ്രകടിപ്പിച്ചാൽ എല്ലാവരും എല്ലാം മറക്കുമെന്ന് അയാൾ കരുതുന്നു. എങ്കിൽ ആ ധാരണ നമ്മൾ തിരുത്തണം. ജമാഅത്തെ പോലുള്ള സംഘടനകൾക്കൊപ്പം നിൽക്കാൻ തോളോട് തോൾ ചേരാൻ അയാൾക്ക് സാധിക്കുന്നുവെങ്കിൽ ആ പദവിക്ക് അയാൾ അർഹനല്ല എന്നത് തന്നെയാണ് വ്യക്തമാകുന്നത്. കഷ്ടപ്പെട്ട് നേടിയെടുക്കേണ്ടതാണ് സൈനിക പദവി. വ്യക്തി ജീവിതത്തിലെ ചില താല്പര്യങ്ങൾക്ക് അത് വിലങ്ങുതടിയാകുന്നു എങ്കിൽ തീർച്ചയായും അദ്ദേഹം ആ പദവി തിരികെ നൽകുക തന്നെ വേണം.